السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. ഭാഗം 10. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റഹ്മത്ത് ധാരാളമായി ലോകത്തുള്ള എല്ലാ സൃഷ്ടികളും അനുഭവിക്കുന്നു. ആ കൂട്ടത്തിൽ സ്വഹാബി വര്യനായ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹുദിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ വാപ്പ വന്ന് എന്നോട് പറയുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഹുദിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞു, മോനെ, ഞാൻ ഉഹുദിൽ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ ഉഹുദിൽ ആദ്യമായി ഷഹീദാകുന്നത് ഞാനായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹുവിനെ എനിക്ക് സ്വപ്നം കാണുകയാണ്. അദ്ദേഹമാണെങ്കിലോ ബദർ യുദ്ധത്തിൽ ഷഹീദായ സ്വഹാബിയാണ്. മഹാനവറുകൾ എന്നോട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഇന്നക ഖാദിമുൻ അലൈന. ബഹുമാനപ്പെട്ട മുബശ്ശിർ റളിയല്ലാഹു അൻഹു എന്നോട് പറയുകയാണ്, അന്ത ഖാദിമുൻ അലൈന ബഅദ അയ്യാം. നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു എന്ന് ബഹുമാനപ്പെട്ട മുബശ്ശിർ റളിയല്ലാഹു അൻഹു, മുബശ്ശിർ ഇബ്നു അബ്ദുൽ മുൻദിർ റളിയല്ലാഹു അൻഹു എന്നോട് ഇന്നലെ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, ഈ യുദ്ധത്തിൽ ഞാൻ ആദ്യമായി ഷഹീദാകുന്ന വ്യക്തിയായിരിക്കാം. അതുകൊണ്ട് നിന്നോട് ഞാൻ വസിയത്ത് ചെയ്യുക. മഹാനായ മുബശ്ശിർ റളിയല്ലാഹു അൻഹു ഇന്നലെ സ്വപ്നത്തിലൂടെ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുബശ്ശിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, സ്വപ്നത്തിൽ തന്നെ, അയിന അന്ത, നിങ്ങൾ എവിടെയാണിപ്പോൾ? ആ സമയത്ത് മുബശ്ശിർ റളിയല്ലാഹു അൻഹു ബദറിൽ ഷഹീദായ സ്വഹാബിയാൻ. അദ്ദേഹം പറയുകയാണ്, ഞാൻ സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞങ്ങൾ ഇങ്ങനെ സ്വർഗത്തിൽ കളിക്കുന്നു, സ്വർഗത്തിൽ അങ്ങോട്ടിങ്ങോട്ട് സഞ്ചരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുബശ്ശിർ റളിയല്ലാഹു അൻഹു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വഫാത്തായിട്ടില്ലേ? അലം തുഖ്തൽ യൗമ ബദർ, ബദറിൽ നിങ്ങൾ ഷഹീദായ ആളല്ലേ, പിന്നെന്താണ് ജീവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവർകൾ പറയുന്നത്, ശരി, അതെ, സുമ്മ വഹീതു, പിന്നെ എന്നെ ഹയാത്തിടപ്പെട്ടു. സ്വർഗത്തിൽ ഞങ്ങളെ ജീവിപ്പിക്കപ്പെട്ട സ്വർഗത്തിൻ്റെ ആ എല്ലാ സുഖങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട മുബശ്ശിർ റളിയല്ലാഹു അൻഹു ഇന്നലെ സ്വപ്നത്തിലൂടെ എന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഉഹുദിൽ ആദ്യമായി ഷഹീദാകുന്ന മനുഷ്യനാണെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് 9 പെൺകുട്ടികളുണ്ട്, അഥവാ നിന്റെ 9 സഹോദരിമാർ. ആ 9 സഹോദരിമാരെ കൊണ്ട് നീ വലിയ ഖൈറായ കാര്യങ്ങൾ ചെയ്ത് അവരുടെ എല്ലാ തർബിയത്തും നീ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട എൻ്റെ വാപ്പ എന്നോട് വസിയത്ത് ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു. അങ്ങനെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു വാപ്പ ഈ വിഷയം, ഈ സ്വപ്നത്തിൻ്റെ വിഷയം ഞാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അദ്ദേഹം പോയി പറഞ്ഞു. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ വാപ്പ പറയുന്നു, ഞാൻ ഈ സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, യാ അബ്ദുല്ലാഹ്, ഹാദിഹി ഷഹാദ, ഷഹീദാകുന്നതിൻ്റെ സൂചനയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉഹുദിൽ ഞാൻ ഷഹീദാകുമെന്ന് ഉറപ്പിക്കുന്നത് എന്ന് എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ട് പറയുകയാണ്, നീ നിന്റെ 9 പെങ്ങന്മാരെ, അഥവാ എൻ്റെ 9 പെൺകുട്ടികളെ കൊണ്ട് നീ ഖൈറായ കാര്യങ്ങൾ ചെയ്യണം. അവർക്ക് എല്ലാ നിലക്കുള്ള തർബിയത്ത് നീ ചെയ്തു കൊടുക്കണം. അവരുടെ എല്ലാ സംരക്ഷണം നീ ഏറ്റെടുക്കണമെന്ന് നീ അല്ലാതെ എനിക്ക് ഏൽപ്പിക്കാൻ ആരുമില്ല എന്ന് എന്നോട് എൻ്റെ വാപ്പ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് എന്ത് പ്രശ്നമുള്ളത്, എന്ത് പേടിയുള്ളത്? കാരണം അവിടുത്തെ ശഫാഅത്ത് എപ്പോഴും നമുക്കുണ്ടാകുന്നു, അവിടുത്തെ റഹ്മത്ത് എപ്പോഴും നമുക്കുണ്ടാകുന്നു. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എൻ്റെ വാപ്പ മരണപ്പെട്ടു പോയി, ഉഹുദിൽ ഷഹീദായി. ആ പറഞ്ഞതുപോലെ തന്നെ
എൻ്റെ വാപ്പ ഉഹുദിൽ ഷഹീദായി. അങ്ങനെ ഷഹീദായപ്പോൾ സുബ്ഹാനല്ലാഹ് വലിയ വിഷമത്തിലായിരുന്നു ഞാൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്തേ ജാബിറെ വിഷമിക്കേണ്ടതില്ല. കാരണം നിങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഹറാമിൽ അൻസാരി റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ പിതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ പിതാവിനോട് അല്ലാഹു ഹിജാബില്ലാതെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. നേരിട്ട് സംസാരിച്ച് തമന്ന അലിയ ഉഅ്തിക, നിങ്ങൾക്ക് എന്ത് വേണം കൊതിച്ചോ എന്ന് അല്ലാഹു നിങ്ങളുടെ വാപ്പയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തും പേടിക്കേണ്ടതില്ല. എന്താണ് വിഷമമെന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വിഷമം ഒന്ന് മാത്രം, എൻ്റെ വാപ്പയ്ക്ക് ഒരുപാട് കടങ്ങളുണ്ട്. എനിക്ക് 9 പെങ്ങന്മാരുണ്ട്. അവരുടെ ഉമ്മയും ഇല്ല, ബാപ്പയും ഇല്ല. എല്ലാ പെങ്ങന്മാർക്ക് ഉമ്മയും ബാപ്പയും ഞാനാണ്. എൻ്റെ വാപ്പൻ്റെ കടം തീർക്കണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഒന്നും ചെയ്യേണ്ട, ചെറിയൊരു തോട്ടമൊക്കെ ഉണ്ട്, ആ തോട്ടത്തിൽ നിന്ന് കൊടുത്തു വിടാൻ മതിയാകുന്നില്ല. അപ്പോൾ കടക്കാരായ ആളുകളോട് അവരോട് തങ്ങളൊന്ന് കുറച്ച് തരാൻ വേണ്ടി പറഞ്ഞാൽ ബാക്കി കടങ്ങൾ തോട്ടം കൊടുത്തിട്ട് നമുക്ക് വീട്ടിൽ തീർക്കാമെന്ന് ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റഹ്മത്തുൽ ലിൽ ആലമീനായ ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കാരെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കടം കുറച്ചു കൊടുക്കണം. പക്ഷേ അവർ യഹൂദികളും മറ്റുള്ള ആളുകളായതുകൊണ്ട് അവരൊന്നും കടം കുറക്കാൻ തയ്യാറായില്ല. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ രൂപത്തിൽ സഹായിക്കാൻ വേണ്ടി നോക്കി. പക്ഷേ അത് നടന്നില്ല എന്ന് വന്നപ്പോൾ മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, സന്നിഫ് തംറക അസ്നാഫൻ അൽ അജ്വ അലാ ഹിദ വഇൽഖ സൈദിൻ അലാ ഹിദ. കാരക്കകളിൽ ഏറ്റവും മുന്തിയ കാരക്കയാണ് അജ്വ, അതിലേറ്റവും താഴ്ന്ന പടിയിലുള്ളതാണ് അൽഖ സൈദ് എന്ന് പറയുന്ന ഈ 2 കാരക്കകളെയും നീ വേറെ ആക്കിയിട്ട് വെച്ചോ, ഞാൻ അവിടെ വരാം, അളന്നു കൊടുക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്തു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്നിട്ട് ആ കാരക്കൻ്റെ റാഷിന്റെ മേൽ ഇരുന്നു. എന്നിട്ട് ദുആ ചെയ്തു കൊടുത്തു. എന്നിട്ട് അളന്നു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ എല്ലാ കടക്കാർക്കും അളന്നു കൊടുത്തു. അവസാനം കന്നഹു പിന്നെ വബഖിയ തംരി കുല്ലുഹു ലം യൻഖുസ് മിൻഹു ഷൈ. ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ എല്ലാ കാരക്കലും അങ്ങനെ തന്നെ ബാക്കി, അതിൽ നിന്ന് ഒരു വസ്തു പോലും കുറയാത്ത പോലെ എത്ര ഞാൻ രാശി കൂട്ടി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. കടക്കാരുടെ കടങ്ങളാണെങ്കിലോ അതൊക്കെ തീർക്കുകയും ചെയ്തു. എന്നിട്ട് നിന്റെ സഹോദരിമാർക്ക് വേണ്ടി ഇതിന് ചെലവഴിച്ചോ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റഹ്മത്ത് മരണപ്പെട്ടു പോയ അബ്ദുല്ലാഹ് ഇബ്നു അൻസാർ റളിയല്ലാഹു അൻഹു കടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീർക്കുകയാണ്. അന ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുന്നു, മുഅ്മിനീങ്ങൾ അവരുടെ സ്വന്തം ശരീരത്തെക്കാളും ഞാൻ അവർക്ക് ഏറ്റവും തരപ്പെട്ടവനാണ്, ഞാൻ അവരെ എല്ലാ നിലക്കും സഹായിക്കാനുണ്ട്, ഞാൻ അവർക്ക് റഹ്മത്ത് ചെയ്യാനുണ്ട് എന്ന്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ വിശേഷിപ്പിക്കപ്പെട്ട ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തങ്ങളുടെ റഹ്മത്ത് അത് പറഞ്ഞു തീർക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യനിക്കും സാധ്യമല്ലാത്തത്രയും ലോകത്തോടുള്ള ജനങ്ങൾക്ക് മരണത്തിന് മുമ്പ് മരണശേഷവും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന ആ റഹ്മത്ത്, അവിടുത്തെ ശഫാഅത്ത് ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.